കൊയിലാണ്ടിൽ ആവേശം വിതറി UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF കൊയിലാണ്ടി നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനവുമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ പുറപ്പെട്ടത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിയാണ് ഭരണാധികാരിയുടെ അടുത്തേക്ക് പോയത്. ഭരണാധികാരി VK പ്രകാശിന് മുന്നിൽ പത്രിക സമർപ്പിച്ചു. UDFിലെ പ്രമുഖ നേതാക്കളും മുന്നണിയിലെ വിവിധ കക്ഷി പ്രതിനിധികളും സ്ഥാനാർത്ഥിക്കൊപ്പം പത്രികാ സമർപ്പണ വേളയിൽ സന്നിധരായിരുന്നു. നാമനിർദ്ദേശ പത്രിക കൊടുത്തു. എങ്ങനെയാണ് ഈ കുറഞ്ഞ കാലയളവിലുള്ള പ്രവർത്തനങ്ങളും ജനങ്ങളുടെ കുറഞ്ഞ കാലം കൊണ്ട് വലിയ പോരാട്ടം, ആ പോരാട്ടത്തിന് ശേഷം ഉജ്ജ്വല വിജയം, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു വലിയ ജനക്കൂട്ടം തന്നെയായിരുന്നു അങ്ങേ പത്രിക കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജന പങ്കാളിത്തം എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായിരുന്നു? എൻ്റെ കൂടെ അമ്മമാർ, സഹോദരിമാർ, ഇവരൊക്കെയല്ലേ ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും പിന്തുണയുണ്ട്. ആദ്യ ദിവസം വന്ന ദിവസം ആപാലവൃദ്ധ ജനങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത്തവണ കൊയിലാണ്ടി UDFിനുള്ളതാണ്. UDFിൻ്റെ നമ്മുടെ DCC ഓഫീസിൻ്റെ കൊണ്ടുവരലും അതിന് കോർഡിനേഷനും പ്രവീണേട്ടൻ അവിടെ തെളിയിച്ചതാണ്. അതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ? അതിൻ്റെ ഇമ്പാക്റ്റ് മാത്രമല്ല, ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം, ഉറങ്ങിക്കിടക്കുന്ന തളർന്നു കിടക്കുന്ന കൊയിലാണ്ടിയെ വളർത്താനും ഉണർത്താനുമുള്ള ജനവികാരം, സർവോപരി UDFിൻ്റെ കെട്ടുറപ്പ്, ഇതെല്ലാം കൊണ്ടും കൊയിലാണ്ടി ഉൾപ്പെടെ ഈ ജില്ലയിൽ 13 UDF ജയിക്കും.